സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരണം 92ആയി. 40 പേരെ കാണാതാവുകയും 34 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2.5 ലക്ഷത്തോളം പേരാണ് വിവിധ ജില്ലകളിലായി ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത്. മരണസംഖ്യ ഇനിയും വർദ്ധിക്കുമെന്ന് കൃത്യമായ സൂചന നൽകുന്നതാണ് സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ. കവളപ്പാറയിലും മേപ്പാടിയിലും മണ്ണിനടിയിൽ നിരവധി പേർ പെട്ടിട്ടുണ്ട്. ഇവരാരും ജീവനോടെയുണ്ടാകാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് മരണസംഖ്യ 130-ന് മുകളിൽ പോകും. 1332 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2,52,201 പേരാണുള്ളത്. ഏറ്റവും കൂടുതൽ പേർ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത് മലപ്പുറം ജില്ലയിലാണ്. 12,872 കുടുംബങ്ങളിൽ നിന്നായി 45,377 പേരാണ് മലപ്പുറത്ത് ക്യാമ്പിലുള്ളത്. കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കുറവ് ക്യാമ്പുകൾ. ഒരു ക്യാമ്പ് മാത്രമുള്ള അവിടെ 84 പേരാണ് താമസിക്കുന്നത്. മഴക്കെടുതിയിൽ 8,459 വീടുകൾ ഭാഗികമായും 808 വീടുകൾ പൂർണ്ണമായും തകർന്നു. രക്ഷാപ്രവർത്തനം പൂർത്തിയായാൽ മാത്രമേ നഷ്ടത്തിന്റെ കണക്കെടുപ്പ് റവന്യൂ വകുപ്പ് ആരംഭിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്. സംസ്ഥാനത്ത് 3 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. നാളെ മലപ്പുറത്തും കോഴിക്കോടുമാണ് റെഡ് അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതാണ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരാൻ കാരണം. എറണാകുളം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ 20 സെന്റിമീറ്റർ കൂടുതൽ മഴയുണ്ടാകുമെന്നാണ് പ്രവചനം. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. വ്യാഴം, വെള്ളി ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 16-ന് ശേഷം സംസ്ഥാനത്ത് മഴ കുറയുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വരും ദിവസങ്ങളിൽ കനത്ത മഴയുണ്ടാകുമെന്ന പ്രവചനത്തെ തുടർന്ന് മുൻകരുതൽ എന്ന നിലയിൽ നെയ്യാർ ഡാമിലെ 4 ഷട്ടറുകൾ 1 ഇഞ്ച് വീതം തുറന്നിട്ടുണ്ട്. ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതിനിടെ പ്രളയത്തെ തുടർന്ന് കടുത്ത പ്രതിസന്ധി നേരിട്ടിരുന്ന കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. ഷെക്കേന ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.